നമസ്കാരം സുഹൃത്തുക്കളെ, സ്റ്റേജിങ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ടാക്സി വാഹനത്തിൻ്റെ കരുത്തും പെർമിറ്റിൻ്റെ ആവശ്യകത, പിന്നെ കസ്റ്റമറുമായിട്ടുള്ള പിക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടാക്സി സ്റ്റാൻഡുകളിൽ നിന്നും എമർജൻസി നമുക്കൊരു ഓട്ടം കിട്ടിയിട്ടുള്ളൊരു അനുഭവം ഞാനിപ്പോൾ ഇവിടെ പറയാം. എൻ്റെ അനുഭവം കേട്ടോ. ഒരിക്കൽ ഞാനിങ്ങനെ ടാക്സി സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10-10 കാണും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കോള് വരികയാണ്. ആ സ്കൂൾ ഞാൻ പറയുന്നില്ല, ഒരു സ്കൂളിൽ നിന്ന് ഒരു കോള് വരികയാണ്, എമർജൻസി. അവിടുത്തെ ഒരു കുട്ടിക്ക് വളരെ എമർജൻസി ആയിട്ട് തലകറങ്ങി വീഴ് എന്തോ ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ അവിടെ എന്നേക്കാളും കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ എമർജൻസി പറഞ്ഞിട്ട് അവരാണ് ടോക്കണിൽ ഫസ്റ്റ് ആണെങ്കിലും അവർ ഓടിയില്ല. അപ്പോൾ എന്നെ പറഞ്ഞു, കുട്ടൻ പോയിക്കോളും, താങ്കൾ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, എൻ്റെ കയ്യിൽ അന്ന് മാൻസ് ഒരു ചെറി കളറുള്ള മാൻസി ആയിരുന്നു. അപ്പം ഇറങ്ങിയ എന്താ പറയുക, ഒരു അടിപൊളി വണ്ടി എന്നൊക്കെ പറയാം. സൂപ്പർ വണ്ടിയാണ്, ക്വാർട്ടർ ജെറ്റ് എഞ്ചിനുള്ള വണ്ടിയാണ്. ആ വണ്ടി വഴി ഞാൻ സ്കൂളിലെത്തി, കുട്ടിയെ പിക്കപ്പ് ചെയ്തു, മാഷന്മാരെ അതിൻ്റെ അകത്ത് കയറി. അങ്ങനെ ഞാൻ പറയാം, റൈഡർ ആവില്ലേ, ശരിക്കൊരു നമ്മൾ സ്പോർട്സ്മാൻ. ആ സമയത്ത് നമ്മൾ ശരിക്കും അന്യൻ സിനിമയിൽ കാണാം, രൂപം മാറലുണ്ട്. ഡ്രൈവിങ് ശൈലിയിലൊരു രൂപമാറ്റമുണ്ട്. അപ്പോൾ ഒരു 100-100 പോകുമെന്ന് പറഞ്ഞവർ ഗിയറൊക്കെ ഡൗണും അപ്പും ചെയ്ത് ഏകദേശം ഷൊർണൂരിൽ നിന്ന് ഞാൻ നേരെ കുളപ്പുള്ളി എന്ന സ്ഥലത്തെത്തിയപ്പോൾ, യാത്ര ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ലക്ഷ്യം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പി സേവന ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടതെന്നാണ് അവർ പറഞ്ഞത് ആദ്യം. അതാണ് എൻ്റെ മെമ്മറിയിലുള്ളത്. ആ മെമ്മറിയിൽ ഞാൻ ഡ്രൈവ് ചെയ്യണത്. അപ്പോൾ കുളപ്പുള്ളി എന്ന് പറഞ്ഞ ഒരു ടീ റോഡാണ്. ലെഫ്റ്റ് പട്ടാമ്പി, റൈറ്റ് ഒറ്റപ്പാലമാണ്. ഞാൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഡൗൺ ചെയ്ത് തിരിഞ്ഞ് ഏതാണ്ട് ഒരു 100 മീറ്റർ പോയപ്പോൾ അതിൻ്റെ അകത്തൊരാൾ പറഞ്ഞു, മാഷ് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് സേവനയിലേക്ക് പോകണ്ട, നമുക്ക് സെവന്തടയിലേക്ക് പോകണം. സെവന്തട മീൻസ് ഒറ്റപ്പാലാണ്, റൈറ്റ് തിരിക്കണം. അങ്ങനെ ഇട്ടിട്ട് സിനിമയിൽ കാണുന്ന പോലെയൊക്കെ വണ്ടി ഇങ്ങോട്ട് തിരിച്ച്. കാരണം എൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുന്ന പേഷ്യൻസ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഞാനൊന്നും ഒരു നോട്ടേ നോക്കിയുള്ളൂ. കാരണം അത്രയും വളരെ മോശമായിട്ടുള്ളത്, എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാവുന്ന രീതിയിലായിരുന്നു. എന്താ കേസെന്ന് എനിക്കൊന്നും ചോദിക്കേണ്ടത്, നമ്മൾ ഡ്രൈവിങ്ങിൽ മാത്രമാണ് ശ്രദ്ധ. അങ്ങനെ റൈറ്റ് തിരിഞ്ഞ് അവിടെ ഒരു സിനിമ സ്റ്റൈലിൽ തിരിച്ച് നേരെ റൈറ്റിലേക്ക് കയറി അങ്ങനെ 100-100 പെട്ടയ്ക്കാറുണ്ട്. ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് പെട്ടയാണ്. സെക്കൻഡുകൾക്ക് ഞാൻ ഏകദേശം വാണിയംകുളം കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് സെവന്തര ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ വെള്ളുമാട് ഹോസ്പിറ്റൽ. അവർ പറഞ്ഞു സെവന്തരയിലുണ്ട്, നല്ല ഡോക്ടറുണ്ട്, അവിടെ കയറാം. അങ്ങനെ പെട്ടച്ചിങ്ങനെ ഓണടിച്ചിങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതും സെവന്തര ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലായിരുന്നു. അവൻ വളരെ സ്ലോയിലാണ്, മര്യാദക്കാരനാണ്, സ്ലോയിലാണ്. അവൻ ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു സ്പീഡ് കാരണം കൊണ്ട് എൻ്റെ കഷ്ടകാലത്തിലാണെങ്കിലും ഈ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം. അവിടെ ഒരു വലിയൊരു സംഭവം നടക്കാൻ പോകണം. എൻ്റെ കൂട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഡൗൺ ചെയ്യുന്ന സ്പീഡിൽ ഓട്ടോറിക്ഷ സ്പീഡ് കുറവായതുകൊണ്ട് എനിക്ക് ആ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോകാമെന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ അവൻ ആ സമയത്ത് ഒന്ന് സ്പീഡ് കൂട്ടും ചെയ്തു. അങ്ങനെ ഞാൻ ലെഫ്റ്റിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കയറിയതും എൻ്റെ വണ്ടിയുടെ ഏറ്റവും പുറകിൽ ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് കയറിപ്പോയായിരുന്നു. എൻ്റെ പുറകിലുള്ള ടയറിൽ ആ ഓട്ടോറിക്ഷ തട്ടി നേരെ ഓട്ടോറിക്ഷ മറിഞ്ഞു. പിന്നെ ഏകദേശം എന്തായാലും ഒരു സംഭവം നടന്നു. പ്രശ്നത്തിൻ്റെ മുകളിൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടീനെ രക്ഷിക്കണം. ഏകദേശം ഹോസ്പിറ്റലിൽ ഒരു 50 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു, ഒന്നും എമർജൻസിയാണ്, ഞാൻ പോയിട്ട് വരാം, എന്തായാലും അവിടെ എന്നിട്ട് ഒരു ജീവനെങ്കിലും രക്ഷിക്കാമല്ലോ വെച്ചിട്ട്. അങ്ങനെ അവിടെ കൊണ്ട് ഇറക്കി വരുമ്പോഴേക്കും സെക്കൻഡുകൾ കൊണ്ട് അവിടെ ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഈ സമുദ്ര ഹോസ്പിറ്റലിന് വേണ്ടി. അവിടെയുള്ള ഓട്ടോക്കാരൂടെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വന്നിട്ട് എന്നെ തല്ലി പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻസിനെ ഇറക്കി, എൻ്റെ വണ്ടിയിലുള്ള പേഷ്യൻസിനെ ഇറക്കി. പിന്നെ ഞാനിതിൻ്റെ കാര്യം വിവരിക്കുകയാണ്. കാരണം ഒരു പേഷ്യൻസാണ്, അപ്പോൾ അവർ വേഗമായിട്ട് ചിന്തിക്കണമായിരുന്നു. ഒരു എമർജൻസിയാണ്, ഹെഡ്ലൈറ്റ് ഇട്ട് വന്നിട്ട് ഹോൺ അടിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തൊരു പേഷ്യൻസ് ഉണ്ട്. ആ വിവേകമില്ലാത്ത രീതിയിൽ അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ
ഞാൻ സംസാരിച്ച് കൊണ്ടുപോയി എന്നെ പെരടിക്ക് ഇതിലേക്ക് ഒരു ഒറ്റ അടിയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വീണു. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തും നമ്മൾ ടാക്സി ഡ്രൈവർമാർക്ക് നമുക്ക് അനുഭവിക്കാം നല്ലത്. പക്ഷെ നല്ലത് ചെയ്താൽ ചീത്തയായിട്ട് അനുഭവം വരുന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പേഷ്യൻസായ സ്റ്റുഡൻസിനെ അവർ ഹോസ്പിറ്റലൈസ് ചെയ്തു. പിന്നെ അവിടെ കാര്യങ്ങൾ അന്തരീക്ഷം മതി. ആ ഓട്ടോറിക്ഷ മറിഞ്ഞ ആളുകൾക്ക് ഓട്ടോറിക്ഷയ്ക്ക് ചെറിയൊരു പരിക്കേ പറ്റില്ല, എന്തോ ഭാഗ്യം എൻ്റെ നല്ല കാലത്തിന്. ഇതിൻ്റെ അകത്ത് ആളുണ്ടായിരുന്നില്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഡ്രൈവർക്കൊന്നും പറ്റിയില്ല. ആൾക്ക് ഞാൻ 2500 രൂപ കൊടുക്കുകയും ചെയ്തു. ജീവനക്കാരൻ ഇന്നേ വരെ അവിടെയുള്ള ജീവനക്കാരനോ എൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്ത ആ മാഷുമാരും ആരാണ് തല്ലിയെന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാൻ അത് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടല്ല, ആര് തല്ലിയെന്ന് ചോദിച്ചിട്ട് ഒരാളും വേണ്ടിയില്ല എന്നാണ്. അപ്പോഴേക്കും എൻ്റെ സഹപ്രവർത്തകന്മാർ ഷൊർണ്ണൂരിൽ നിന്ന് നേരെ സെവൻത്ര ഹോസ്പിറ്റലിൽ വന്നു. അവർ കലിതുള്ളിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സ്നേഹിതന്മാർ. അതാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് ചില സമയത്ത് ഈ അന്യൻ സിനിമേനെ പോലെ ചിലപ്പോൾ രൂപമാറ്റം ഉണ്ടാവും. എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിൽ ശാന്തമായി. അപ്പോൾ ശാന്തമാവാനും നമ്മൾക്ക് എനർജിയോട് കൂടിയിട്ട് സംസാരിക്കാനും ആ സമയത്ത് നമ്മൾ രൂപം മാറേണ്ടി വരും. ഇതൊക്കെയാണ് ടാക്സി ഫീൽഡിലൊരു ചെറിയൊരു കഥകളും. വളരെ രസകരമാണ്. ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്ത് പോലും ജീവിത രീതി നമ്മളതിൽ ഒത്തുപോലും എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു സംഭവം തന്നെ. അത് ആലോചിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ആലോചിക്കുമ്പോൾ വളരെ വിഷമായിരുന്നു. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ടിപ്സുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഇതാണ് ഒരു ജീവിതത്തിൻ്റെ ചെറിയ ടിപ്സ്. ഇനിയും വലിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ പതുക്കെ ഒന്ന് പറയാം. ഓക്കെ, താങ്ക് യു.